ഹലോ, എല്ലാവർക്കും ഷെൽസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിഠാ ചപ്പാത്തിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഗോതമ്പ് പൊടി, ഉപ്പ്, പഞ്ചസാര, ഓയിൽ അല്ലെങ്കിൽ നെയ്യ്. ഞാനിവിടെ ഗോതമ്പ് നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ചപ്പാത്തി ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി പഞ്ചസാര ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് നല്ലപോലെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് മധുരം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ കുട്ടികൾക്ക് മധുരം ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞു, മധുരം കുറവ് വേണ്ടവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കുറച്ച് മധുരം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി അതൊന്നുകൂടെ ട്രയാങ്കിൾ ഷേപ്പിലാക്കി മടക്കിയിട്ട് ഇത് നമുക്ക് ഒന്നുകൂടെ പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ഇത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇങ്ങനെ ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ ഈ പഞ്ചസാര ഇതിൽ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പരത്തി വരുമ്പോഴത്തേക്കിന് ഷേപ്പൊക്കെ ഏത് ഷേപ്പിൽ വേണേലും ആകും. കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടണമെന്നൊന്നും ഇല്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. നെയ്യ് ഉപയോഗിച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. എന്തായാലും എനിക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നു. ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സൈഡിലൂടെ എണ്ണ അപ്ലൈ ചെയ്യാം. അത് എണ്ണയൊന്നും പുരട്ടിയില്ലാതെ നമുക്കിത് ഉണ്ടാക്കാം. അതും വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ എണ്ണയുടെ ഒന്നും ടേസ്റ്റുകൾ ഇഷ്ടമില്ല എന്നുള്ളവർക്കും ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഞാനിതെല്ലാം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ സ്വീറ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.